അപ്പോൾ ഇന്ന് നമ്മുടെ കലഞ്ഞൂർ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസം ആട്ടോ. രണ്ടാമത്തെ ദിവസം കുറേ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉത്സവത്തിൻ്റെ സീനും കാര്യങ്ങളൊക്കെ കണ്ടോണ്ട് നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, നമ്മുടെ ഒരു രാവിലെ ആട്ടോ കാണാനായിട്ട് പോകുന്നത്. രാവിലെയല്ല, നമ്മുടെ ഇന്നത്തെ ഒരു ദിവസമാണ്. അമ്പലത്തിലെ പാട്ടാട്ടോ നിങ്ങൾ കേൾക്കുന്നത്. നല്ല ഒച്ചയിൽ പാട്ടുണ്ട്, ചെറിയ മഞ്ഞുണ്ട് വെളിയിൽ. ഇനി ഒരു 8 ദിവസം ഞാൻ പറഞ്ഞില്ല ഇതേപോലെ പാട്ടായിരിക്കും. ഇന്ന് രാവിലെ തന്നെ മഴക്കാറും ഉണ്ട്. നമ്മുടെ ഇവിടെ വരെ പന്നി വന്നു. ഒന്ന് ഓർത്തി, ഇവിടെ നമ്മൾ വെച്ച കാച്ചിലും കിഴങ്ങും എല്ലാം പന്നി എടുത്തോളൂ. എനിക്കൊന്ന് ഇത് ഇഞ്ചിയാണ് നട്ടേക്കുന്നതെന്ന് എന്തോന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ മഴ പെയ്ത് അയ്യൊക്കെ നല്ല തണുത്ത് നനഞ്ഞ് കിടക്കും. ഇതൊരു വല്ലാത്ത ഫീലാട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട് SSLC അല്ല, സ്കൂളിൽ എക്സാം എഴുതാൻ പോകുന്ന ടൈമിൽ ഇതുപോലെയാണ്. മാർച്ചിലൊരു മഴ കാണും, ഉത്സവമായിരിക്കും, പരീക്ഷ കാണും. ഒരു വല്ലാത്ത ഫീലാണ്. നമ്മുടെ റംബൂട്ടാൻ പൂത്തിട്ടുണ്ട് കേട്ടോ, ഈ റംബൂട്ടാൻ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. ഇന്ന് പെരയ്ക്കാൻ തോത്തു വരണം. അവിടെ നീച്ചനെ എന്തിനാ എടി? എടാ ചൂല് നശിക്കോടാ. ചൂല് നശിപ്പിക്കുന്നുണ്ട്. ഇതാണ് മണിയുടെ രാവിലത്തെ പരിപാടി. ഇനി ഉറങ്ങും കേട്ടോ അവിടെ കിടന്ന് കുറച്ചു നേരം കളിച്ചിട്ട്. മണിയാ, രാവിലെ നമ്മൾ പെരയ്ക്കാവെല്ലാം തുടച്ചിട്ട് ഇല്ലെങ്കിൽ പിന്നെ മടിയാകും. അതുകൊണ്ട് എഴുന്നേറ്റ് ആ ഫ്ലോയിൽ അരി അടുപ്പത്ത് ചാച്ചയിട്ടു. ഞാൻ പെരയും തുടച്ചു. ഫുള്ള് കഴിഞ്ഞില്ല, ഇനി വർക്ക് ഏറിയയും കൂടെ ഉണ്ട്. ചാച്ചൻ ഈറവട്ടം താഴെ പോയതായിരുന്നു. അമ്പലത്തിലെ വായന കേട്ടോ കേൾക്കുന്നത്. ഇതെന്താണെന്നറിയാമോ? കാച്ചിൽ നട്ടിട്ടുണ്ട്. കാച്ചിലിന് ഇത് കൊടുക്കുക, ഒത. ഒതയല്ല, കാച്ചിൽ കയറിപ്പോവാനും വേണ്ടി സപ്പോർട്ട്. ചാച്ച എവിടെ ഉണ്ടെങ്കിലും ഇയാളവിടെ കാണും. ചാച്ചൻ്റെ സൗണ്ട് കേട്ട് വന്നേ കേട്ടോ. വലിയ കമ്പ. ഇത് കണ്ട 2 പഞ്ഞിക്ക കിടക്കുന്ന പോയി ഹെൽപ്പ് ചെയ്യടാ. ഇവിടെ ഇപ്പുണ്ട്, ഹെൽപ്പ് ചെയ്യടാ ചാച്ചനെ. പോയി എടാ പോടാ പൊന്നാ. ചാച്ചനെയും പനി ഹെൽപ്പ് ചെയ്യടി. ഭയങ്കര നീളമാട്ടോ ഇറക്കി. ഇവ രണ്ടും എപ്പോഴും ഒരുമിച്ചാ കേട്ടോ. ഇനി ചാച്ചൻ്റെ കൂടെ ഇവിടെ ഇരിക്കും. ചാച്ചൻ പെരയ്ക്കകത്ത് വരുന്നവരെ. ഉടങ്ങി. അയ്യോ തുഞ്ഞു ഉടങ്ങിയേ. ഫോട്ടോ എടുക്കോടാ പന്നി. അച്ഛാ അവന്റെ വാലെ പിടിക്കാതെ അങ്ങനെ. എടാ നീ മറിഞ്ഞു വീഴും മണിയാ. അച്ഛാ അവൻ മറിഞ്ഞു വീഴും. ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ പടവലങ്ങ തീയലുണ്ടാക്കാനായിട്ട് പോകാട്ടോ. ഇന്നലെ പച്ചക്കറി വാങ്ങിച്ചപ്പോൾ നമുക്ക് അധികം 2 പടവലങ്ങ തന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അമ്മ എന്നോട് പറഞ്ഞാൽ തീയലുണ്ടാക്കാൻ. അപ്പം ചട്ടി ചൂടാക്കി തേങ്ങ വറുത്തരച്ചുള്ള തീയലാട്ടോ. അച്ഛനൊക്കെ ഇഷ്ടമായി, എനിക്കൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. തീയൽ സാധാരണ ചട്ടി വെക്കുന്ന കേട്ടോ നല്ലത്.
കാരണം എണ്ണയൊക്കെ തെളിഞ്ഞ് വരാനേ. അപ്പം നമ്മുടെ കുഞ്ഞ് ചട്ടിയുടെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ ശരിക്കും. അപ്പം ഇത് നന്നായിട്ട് ഇത് കിടന്ന് വയവട്ടെ, എന്നിട്ട് നമുക്ക് തേങ്ങ തിരുമ്മി വറുക്കണം. നമ്മളെ ഇത് ഉണക്കമീൻ കറി വെക്കാനാട്ടോ. മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ ഇട്ട്, ഈ മുരിങ്ങയ്ക്ക നമ്മളവിടെ പിടിച്ച്, ഞാൻ അന്ന് പൂ കാണിച്ചില്ലേ നമ്മുടെ കൊടിയുടെ അപ്പുറത്ത് ആകെ ഒരു മുരിങ്ങയ്ക്ക ഉള്ളായിരുന്നു, അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തുള്ളൂ. പക്ഷേ ഇത് തോരൻ വെക്കാനും വേണ്ടി നമ്മുടെ മറ്റേ കറി ക്യാൻസലാക്കിയത് ഭയങ്കര കയ്പ്പ്. അപ്പോൾ അമ്മ പറഞ്ഞ് ചിലതിന് കയ്പ്പ് കാണും, അത് എടുക്കണ്ടെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ വെറുതെ അത്ര എണ്ണയും വെളിച്ചെണ്ണയൊന്നുമല്ലോ, വെളിച്ചെണ്ണയും കടുകും ഗ്യാസും പോയത് മാത്രം വെച്ച് അങ്ങനെ നമ്മൾ ഉണക്കമീനിലേക്ക് വന്നു. ഇന്ന് നമ്മൾ മീൻ വാങ്ങിച്ചിട്ടില്ല. ഉണക്കമീൻ നമ്മൾ കഴുകി കേട്ടോ, കഴുകി ഇതിലിട്ട് പച്ച അരച്ച് വെക്കും, അതായത് തേങ്ങ അരച്ച് വെക്കും. നല്ല രസമാണ് കേട്ടോ. ലാസ്റ്റ് കടുകൂടെ താളിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ. പിന്നെ തോരൻ വെക്കും, പിന്നെ ഞാൻ ഉണക്കമീനായിട്ട് വർക്കിങ് കൂടെ ചെയ്യാമെന്ന്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വിളക്കുമുറിയെല്ലാം തുടയ്ക്കാൻ, ഇല്ലെങ്കിൽ അമ്മ ഇനി പൊരിക്കും വെച്ച്. കാരണം ബാക്കിയെല്ലാം അമ്മ ചെയ്തു, എന്നോട് അത് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ രാവിലെ പരിക്കാവും തുടച്ചു. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ചാച്ചൻ ചോറ് കഴിച്ചു, 11:30 ആയതേ ഉള്ളൂ. ചാച്ചൻ നേരത്തെ കഴിച്ചു. മണിസാർ ഇവിടെയൊക്കെ ചാടി നടക്കുക. ഇത് പച്ചവട കേട്ടോ. സമയം ഇപ്പോൾ 12:45 ആയതേ ഉള്ളൂ. പക്ഷേ ഇത് വലിയ വെയിലൊന്നുമില്ല, അതുകൊണ്ടാട്ടോ ചെറിയൊരു ഇരുട്ട് പോലെ തോന്നുന്നത്. അപ്പം കട്ടിലെ കിടന്ന് പക്കവട എന്നുകൊണ്ട് സിനിമ കാണാൻ പോവാം. അപ്പം നമ്മുടെ വെയിലടിക്കുമ്പോൾ മുഖത്തെ കളർ നോക്കി ഒരു മഞ്ഞ കളറ്. അപ്പം ഒരു കുരു വന്നു കേട്ടോ. അപ്പം നമ്മുടെ വായനയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരത്തെ കുളിച്ചു, കാരണം നമുക്കൊരു 6-6:30 ആകുമ്പോഴത്തേക്ക് അമ്പലത്തിൽ പോകണം. പിന്നെ വിളക്കൊക്കെ തേച്ച് വെച്ച് മണിസാറ് ഉറക്കമൊക്കെ കഴിഞ്ഞ് കറങ്ങാൻ പോയിട്ട് വരിക. വായന നിർത്തി കേട്ടോ അമ്പലത്തിൽ. ഇത്രയും നേരം നല്ല വായന ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ചെടിയില്ലേ, ഇത് കണ്ടോ, ഇത് പാലയാട്ടോ. അടുക്ക പൂവുണ്ട്, മുട്ട് വെക്കുന്നുണ്ടോ, കുരുന്ന് മുട്ട്. ഈ നമ്മുടെ ഈ മുറ്റത്ത് മുല്ല ഉണ്ടായിരുന്നു. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും മുല്ലപ്പൂ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ മുല്ല മാത്രമല്ല, ലേഡീസ് കനകാമ്പരമില്ലേ, അതിങ്ങനെ ഇവിടെ നിരന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടെ കെട്ടിക്കൊണ്ടാണ് ഞാൻ സ്കൂളിലൊക്കെ പോകുന്നത്. അതൊക്കെ ഒരു രസമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ വിളക്ക് ഒരുക്കി. മണിസാറിൻ്റെ കാര്യം പറയുക ചാച്ചൻ. നമ്മൾ അമ്പലത്തിൽ പോകാനും വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇപ്പം സമയം 6:15 കഴിഞ്ഞു. പക്ഷേ 6 മണി ആയപ്പോഴേ ഇത് വിളക്ക് കത്തിച്ച്. അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 6 മണി തൊട്ട് പാട്ടൊക്കെ കേൾക്കുന്നു. അപ്പോൾ മണിസാറിനെ നമ്മൾ വിളിച്ച് പൂട്ടിയിട്ട് ചാച്ചൻ എന്നെ ലക്ഷ്മിയുടെ അവിടോട്ട് വിടും. ഞങ്ങൾ 3 നടന്നു പോകും. ചാച്ചനും അമ്മയും അമ്പലത്തിൽ കാണും, പക്ഷേ ഞങ്ങൾ നടന്നു പോകും 3 പേരോട് ഉള്ളതുകൊണ്ടേ. അപ്പോൾ അവർ ഒരുങ്ങുന്നതേ ഉള്ളൂ. അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ കടയിലോട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് പോസ്റ്റ് ആവത്തില്ലേ. അതോ അമ്മയാണെങ്കിലേ അമ്മ നേരെ കളഞ്ഞു അമ്പലത്തിലോട്ട് വരും. അങ്ങനെ അന്നേ ചാച്ച ബൈക്കും കൊണ്ട് അങ്ങ് അമ്പലത്തിലോട്ട് പോവാം. ഞങ്ങൾ 3 നടന്നും വരാം, ഞാനും ലക്ഷ്മി മീനും കൂടെ കേട്ടോ. അമ്മ അങ്ങ് അമ്പലത്തിലോട്ട് വരാന്നെന്നാ. കുറച്ചൊരു അമ്പലത്തിൽ നിന്നിട്ട് ഈ പോരാ. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഡാഡിയുടെ മയിൽവാഹനത്തിൽ അങ്ങോട്ട് പോവാട്ടെ, ലക്ഷ്മിയുടെ കടയിലോട്ട്. അമ്മ നേരെ അമ്പലത്തിൽ വരും. ചാച്ചനോട് ഞാൻ അപ്പം അമ്പലത്തിലോട്ട് പോകാൻ പറഞ്ഞു. അവർ പക്ഷേ ഇതുവരെ ഇറങ്ങിയില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. അവിടെ കുളിച്ചോണ്ടൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. എവിടത്തേക്ക് നമ്മളെ അമ്പലത്തിലോട്ട് പോവാ? നീ പറ കാളയുടെ കാര്യം. അന്തപുരിയിലെ കളയാണോ? അപ്പം നമ്മളങ്ങനെ നടന്ന് നമ്മുടെ അമ്പലത്തിൽ വന്നു കേട്ടോ. അമ്പലത്തിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ 2ാം ഉത്സവമല്ലേ ആയുള്ളൂ. സാധാരണ ഉത്സവത്തിൻ്റെ അത്ര എനിക്ക് തോന്നിയില്ല കേട്ടോ. 2ാം ഉത്സവം ആയതുകൊണ്ടായിരിക്കും. ഇനി പോകെ കടകളൊക്കെ വരും. നമ്മുടെ രോഹിണി, അതായത് മീനത്തിലെ രോഹിണിയുടെ അന്നാട്ടോ ഇവിടുത്തെ ഉത്സവം വരുന്നത്. അന്നത്തേക്ക് ഇഷ്ടം പോലെ കടയും കാര്യങ്ങളും കാണും. പക്ഷേ രോഹിണിയുടെ അന്ന് കടയും കാര്യങ്ങളും കാണാനൊന്നും പോകാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര തിരക്കായിരിക്കും. നമുക്കെല്ലാം വിട്ടും നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് മാത്രമേ നമ്മൾ രോഹിണിയുടെ അന്ന് നിൽക്കാറുള്ളൂ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ തിരക്കായതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല. അതിന് ശേഷം നമ്മൾ അമ്പലം കയറി തൊഴുതിട്ട് അമ്പലത്തിൻ്റെ ചുറ്റുമാണെങ്കിൽ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് 7 മണിയൊക്കെ ആയി. പക്ഷേ ഞങ്ങൾ കയറി തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ച് പേരൊക്കെ നിന്ന്. നമുക്കറിയുന്ന കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നാണെങ്കിൽ 2 പേര് വന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് കാവ്യം ഞങ്ങളുടെ കൂട്ട് തന്നെ ആ ഹസ്ബൻഡിനെ കാണിക്കാനെന്നൊക്കെ പറഞ്ഞ് 2-3 പേര് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ. അന്ന് മിണ്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ പേരൊക്കെ അറിയാലോ എന്നൊക്കെ ഓർക്കുന്നു. അങ്ങനെ നമ്മൾ താഴെ വന്നപ്പോൾ നമ്മുടെ ഇത് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റം കേട്ടോ.
താഴേക്ക് ഇഷ്ടംപോലെ വെച്ചൂണിക്കടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഈ വെച്ചൂണിക്കട കാണാനും വേണ്ടി മാത്രം വരുമായിരുന്നു. അവിടെ എന്തൊക്കെയുണ്ട്, കമ്മല്, മാല, പൊട്ട്, വള, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ കലഞ്ഞൂർ ഫസ്റ്റ് ടൈം ആട്ടോ ഇത്രയും വലിയൊരു കാള കിട്ടുന്നത്. ഇതിലും ചെറിയ സൈസിലായിരുന്നു കാള, പക്ഷേ ഇത് ഭയങ്കര വലുതാട്ടോ. അതുകൊണ്ട് കാണാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മുടെ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഇത് ക്രെയിൻ വെച്ചിട്ടാട്ടോ വലിക്കുന്നത്. ഭയങ്കര രസമായിരുന്നു. ഭയങ്കര വലിപ്പമെന്ന് വെച്ചാൽ ഭയങ്കര വലിപ്പം. അതിൻ്റെ തലയുടെ മണ്ടയിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്, പക്ഷേ ആ കൊമ്പിൻ്റെ പകുതിയുള്ള ആൾക്കാർ, തലയൊക്കെ അത്രയും വലുതാണ്. കണ്ടപ്പം തന്നെ അത്ഭുതം തോന്നി. നമ്മുടെ ആഗ്രഹത്തിനേക്കാൾ ഉപരി നമുക്കിത് കൊണ്ടു തന്ന ആ ക്ലബിന്റെ, ജീനിയസ് ക്ലബിന്റെ. അപ്പോൾ ഇത് നമ്മുടെ നജീബമ്മൻ്റെ കട കേട്ടോ. കടയിലൊക്കെ കയറി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ചിരിക്കുക. ടാറ്റാ.